ഓക്കെ, അപ്പോൾ തിരുത്ത് ആ ഒരു സിനിമ അല്ലെങ്കിൽ തിരുത്ത് എന്ന് പറയുന്ന ആ ഒരു പേര് അതെന്താണ് പറയാമോ? പറഞ്ഞോളൂ. തിരുത്ത് എന്ന് പറഞ്ഞ സിനിമ കുറേ തിരുത്താനുണ്ട്. അത് സിനിമ കണ്ടു കഴിയുമ്പം എല്ലാവർക്കും തിരിയും തിരുത്ത് എന്താണെന്നുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ മൂന്നാളും കണ്ണൂരുകാരാണ്. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്? ഞാൻ ഡയറക്ടറിൻ്റെ കരാട്ടെ മാഷാണ്. അപ്പോൾ അവിടെ കരാട്ടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ കരാട്ടയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ചെയ്തത്. എങ്ങനെയാണ് അപ്പോൾ ബാക്കി രണ്ടുപേര്? ഇങ്ങനെ ഞങ്ങളെ വിളിക്കുക ചെയ്തത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, വരണം എന്ന് പറഞ്ഞു. അപ്പം ജോഷേട്ടൻ വിളിച്ചപ്പോൾ വന്നു. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞു തന്നു. അപ്പം ആദ്യത്തെ ഒരു സംഭവം ഉണ്ട്, നല്ലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം പുള്ളി അതുപോലെ തന്നെ നല്ല കൂളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് പറ്റും എന്നുള്ള നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ തന്ന് അങ്ങനെയാണ് ചെയ്തത്. എങ്ങനെയായിരുന്നു? നാട്ടുകാരാണ് ഞങ്ങൾ മൂന്നുപേരും, ഒരേ നാട്ടിലുള്ളവരാണ്. അപ്പം അറിയാവുന്നവരായതുകൊണ്ട് ഒരു ക്യാരക്ടർ വന്നു. അപ്പോൾ ഇന്നാൾ ചെയ്ത ശരിയാകും എന്ന് അദ്ദേഹത്തിന് ഓരോരുത്തർ അങ്ങനെ മുഖം കണ്ട് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കും എങ്ങനെയാണ് ചെയ്താൽ ശരിയാകും എന്നുള്ളത്. അപ്പം അങ്ങനെ ഓരോരുത്തരെ വിളിച്ചു. അപ്പോൾ എന്നെയും വിളിച്ചു, ഞാനും ചെയ്തു. നന്നായി. അപ്പോൾ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ മൂന്നുപേരും? ഇല്ല, മൂന്നുപേരും ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഷോർട്ട് ഫിലിമിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ആണോ? ഏതായിരുന്നു? ഫീൽഡ് ഓഫ് എന്ന് പറയും. ഫീൽഡ് ഓഫ്. ഇപ്പം ആ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരെയും തന്നെ അറിയുന്നവരായിരുന്നു? ഒരു നാട്ടുകാരാണെന്ന് പറയുമ്പോൾ എല്ലാവരും അറിയുന്ന ആളുകൾ? എല്ലാവരും പരസ്പരം അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കൂളായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ, നമ്മൾ സാധാരണ ആൾക്കാരെ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചെയ്ത് തെറ്റുകൾ പറഞ്ഞു തരും, എന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് ഒക്കെ തിരുത്തത്തില്ല. അപ്പോൾ എത്ര സമയം എടുത്തിരുന്നു ഈ ഒരു ഷൂട്ട്, ആ ഒരു ഫിലിം സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ഷൂട്ട് ചെയ്ത് തീരാനായിട്ട്? അത് എത്രയാണെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓരോ ആളിൻ്റെ സമയത്ത് മാത്രമേ അവരവർ നിന്നിട്ടുള്ളൂ സെറ്റിൽ. ഓ, അങ്ങനെയായിരുന്നു. ഇപ്പൊ എനിക്ക് ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ വിളിക്കും. അപ്പൊ ഞാൻ ചെയ്തിട്ട് പോകും. ഇവര് അങ്ങനെ എനിക്കൊരു 3 ദിവസം ചെയ്യേണ്ടി വന്നു. അങ്ങനെ എനിക്കൊരു ഒരു മാസം ആ ഒരു ഇതുണ്ടായിരുന്നു. ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് മൂന്നുപേരും ഒരേ ഇമ്പോർട്ടൻസ് ഉള്ളവരാണോ? എല്ലാരും മെയിൻ ക്യാരക്ടേഴ്സ്, ആരും ബേക്കോട്ട് നിന്നില്ല. എല്ലാവരും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഇതിലും മേഖലയിലും. അങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഈ തിരുത്ത് എന്ന് പറയുന്ന സിനിമ എന്താണ്? ആ ഒരു സിനിമയുടെ ഒരു പശ്ചാത്തലം, ഒരു തീം എന്താ? ലഹരിക്കെതിരെയുള്ള നല്ലൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്, നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. അതിപ്പോൾ ഒരു ടോപ്പിക്കിൽ മാത്രമല്ല, പല രീതിയിൽ നല്ലൊരു മെസ്സേജ് നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കുന്ന തരത്തിലുള്ളൊരു സിനിമയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഈ വന്യമൃഗങ്ങൾ അതാണല്ലോ അതിൻ്റെ ഒരു മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിലെ വന്യമൃഗങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു സാധനം. അങ്ങനെയാണ് ആ ഒരു മൂവിയെക്കുറിച്ച് പുറത്ത് വരുന്ന ആ ഒരു തീം എന്ന് പറയുന്നത്. അപ്പം ഏത് മൃഗമാണ്? വന്യമൃഗം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഏത് മൃഗത്തെയാണ് കൂടുതൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? വന്യമൃഗം എന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയുണ്ട്, വേപ്പം കൃഷികളൊക്കെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ആറളത്ത് ആന കുത്തി 3-4 പേര് മരിക്കുകയൊക്കെ ചെയ്തിരുന്നു, ആദിവാസികൾ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് വന്യമൃഗത്തിനെ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം കരാട്ടെ ഇയാൾ മാത്രമാണോ? അപ്പം ഇതിന് മുന്നേ എത്ര നാളായി ഇപ്പോൾ അത് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 6 വർഷത്തോളമായിട്ടുണ്ട്. 6 വർഷത്തോളമായി. നിങ്ങൾ 3 പേരും ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ +1 പഠിക്കുന്നു. പ്ലസ് ടു പഠിക്കുന്നു. ഞാൻ ഹൗസ് വൈഫാണ്. അപ്പം ഈ ഒരു സിനിമയിൽ 3 പേരുടെയും കഥാപാത്രം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആണോ? അല്ല, ഞാൻ പിന്നെ ജോഷിച്ചേട്ടൻ്റെ വൈഫായിട്ട് ഒരു വീട്ടമ്മ റോളാണ് എനിക്കുള്ളത്. നിങ്ങൾ രണ്ടുപേരും? സന്തോഷ് കുമാർ MBന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാനൊരു പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോസ്റ്ററിൽ ആർമിമാനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്താണ് ആ ഒരു വ്യക്തി ആ ഒരു സിനിമയിൽ ഈ പറഞ്ഞൊരു സ്റ്റോറിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ആർമി വേഷത്തിൽ നിൽക്കുന്ന ഒരു നായകൻ്റെ ഒരു കഥാപാത്രം കാണിക്കുന്നുണ്ട്? പുള്ളി ആർമിയിലേക്ക് ഭയങ്കര ഇഷ്ടത്തോടെ പാഷനോടെ ജോയിൻ ആവാൻ പോകുന്നതിൻ്റെ ആ ഒരു സീക്വൻസാണ് അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞു MBയുടെ മകളായിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എന്താ പറയുക, അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങൾ? ഒന്നിച്ചുള്ള സീൻ ഉണ്ടായിട്ടില്ല, വേറെ സീനായിരുന്നു. ആ ഒരു ടെൻഷൻ അങ്ങോട്ട് മാറി കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പം ഫാമിലിയിൽ എങ്ങനെയായിരുന്നു ഒരു അപ്രോച്ചൊക്കെ? അല്ലെങ്കിൽ ഓക്കെ, നല്ല കാര്യം, സന്തോഷം എന്നാണോ? ആരെങ്കിലും ഈ സിനിമയാണോ വേണ്ട എന്ന് പറഞ്ഞവരുണ്ടോ? 3 പേരുണ്ടോ? സപ്പോർട്ടായിരുന്നു. ഇല്ല, പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല.
ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോവല്ലേ, അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം? ഇത് വെക്കേഷൻ്റെ ടൈമിലായിരുന്നു എൻ്റെ മൊത്തം ഇതായ. അപ്പം പിന്നെ ഈ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമൊക്കെയായിരുന്നു. എനിക്കും വെക്കേഷൻ ടൈം സമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ? അവർക്ക് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. സിനിമ എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു ഫ്രണ്ട്സിന് എല്ലാവർക്കും. ഓക്കെ, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ സിനിമയെക്കുറിച്ച്? നല്ലൊരു മെസ്സേജ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും.